ഈ കാലഘട്ടത്തിലും നൂറ്റാണ്ടുകൾക്ക് മുൻപും മനുഷ്യൻ ഭീതിയോടെ നോക്കിക്കാണുന്ന ഒരു മാരകരോഗം തന്നെയാണ് ക്യാൻസർ. എന്നാൽ വൈദ്യശാസ്ത്രത്തിൻ്റെ നാൾക്കുനാളുള്ള നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് ശേഷം ഇപ്പോൾ ക്യാൻസർ എന്ന മാരകരോഗത്തിന് ഒട്ടനവധി ചികിത്സകൾ ലഭ്യമാണ് എന്നത് ആശ്വാസകരമായ മറ്റൊരു വസ്തുതയാണ്. എന്നാൽ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് ക്യാൻസർ എന്ന പേരു കേട്ടാൽ തന്നെ മരണം മാത്രം മുന്നിൽ കണ്ട് ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് ക്യാൻസർ രോഗികൾക്ക് രക്ഷകനായ ഡോക്ടർ ബാർണറ്റ് റോസൻബർഗ് എന്ന അതിപ്രഗത്ഭനായ ഭൗതിക ശാസ്ത്രജ്ഞനെ കുറിച്ചാണ്. സ്വാഭാവികമായും ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ അഥവാ ഫിസിസ്റ്റ് എങ്ങനെ ക്യാൻസർ പോലൊരു രോഗത്തിന് മരുന്ന് കണ്ടെത്തി എന്ന സംശയം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായേക്കാം. എന്നാൽ അവിടെയാണ് ഒരു ഫിസിസ്റ്റായ ഡോക്ടർ ബാർണറ്റ് റോസൻബർഗ് തൻ്റെ നിരീക്ഷണ പാഠവത്തിലൂടെ കീമോതെറാപ്പിയുടെ ചരിത്രത്തിലെ നായകനായ കഥ തുടങ്ങുന്നത്. ലക്ഷക്കണക്കിന് രോഗികളെ രക്ഷിച്ച സിസ്പ്ലാറ്റിൻ എന്ന ക്യാൻസർ മരുന്നിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ കഥ. 1948 BSc ഫിസിക്സ് പാസ്സായ ബാർണറ്റ് റോസൻബർഗ് പിന്നീട് തൻ്റെ ഡോക്ടറേറ്റ് ബിരുദം കരസ്ഥമാക്കാനായി ന്യൂയോർക്കിലേക്ക് യാത്രയായി. 1956 ഡോക്ടറേറ്റ് ബിരുദം നേടിയ ഡോക്ടർ ബാർണറ്റ് റോസൻബർഗ് ആദ്യം ചെയ്തത് ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ്. പഠിച്ച അതേ ഫീൽഡിൽ തന്നെ എങ്ങനെയും ജോലി കണ്ടെത്തുക. ആദ്യ കുറേ നാൾ അദ്ദേഹം ആ കാലത്തെ പ്രഗത്ഭരായ ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിലും പിന്നീട് അത് സാധ്യമാവുക ബുദ്ധിമുട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ സ്വന്തമായി തന്നെ ഈ മേഖലയിൽ ഒരു ജോലി കണ്ടെത്തണം എന്ന ചിന്തയായി. അങ്ങനെ വെസ്റ്റിംഗ് ഹൗസ് ഇലക്ട്രിക് കോർപ്പറേഷനിൽ റിസർച്ച് സയൻറ്റിസ്റ്റായി ആദ്യപടി മുന്നോട്ട് നീക്കി. പിന്നീട് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലും ഇതേ പോസ്റ്റിൽ തന്നെ വലിയ പ്രതീക്ഷകളോ സ്ഥാനമാനങ്ങളോ പുത്തനാശയങ്ങളോ ഒന്നുമില്ലാതെ ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മിഷിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബയോഫിസിക്സ് വിഭാഗത്തിൽ ഫാക്കൽറ്റിയായി ജോലി ചെയ്യാൻ ക്ഷണം വരുന്നത്. ബയോളജിയുമായി ഒരു ബന്ധവുമില്ലാതിരുന്നിട്ടും ആ പുതിയ മേഖലയിൽ ഗവേഷണം നടത്താനുള്ള താല്പര്യവും ധീരതയും കാണിച്ച ആ നിമിഷം മുതൽ അദ്ദേഹം തൻ്റെ പ്രതീക്ഷകളെ വീണ്ടും തന്നിലേക്ക് അടുപ്പിച്ചു. ഈ പ്രതീക്ഷകൾക്കൊക്കെ ചെറിയ ചിറക് മുളയ്ക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഡോക്ടറേറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാക്കേജും ഒക്കെ വാങ്ങി ജോലി ചെയ്തിരുന്ന ബാർണറ്റ് റോസൻബർഗ് സ്വന്തം സേഫ് സോൺ വിട്ട് ഇറങ്ങാൻ തീരുമാനമെടുത്ത ആ നിമിഷമാണ് അദ്ദേഹത്തിൻ്റെ ഉയർച്ചയും ക്യാൻസർ മരുന്ന് കണ്ടുപിടുത്തവും സാധ്യമാകുന്നത്. ഇനിയാണ് ക്യാൻസറിൻ്റെ മരുന്നായ സിസ്പ്ലാറ്റിൻ കണ്ടുപിടിച്ച കഥ തുടങ്ങുന്നത്. സ്കൂൾ കാലഘട്ടത്തിൽ തോന്നിയ ഫിസിക്സിനോടുള്ള ഇഷ്ടം, അത് അറിയാനുള്ള ആഗ്രഹം അദ്ദേഹത്തിൽ ജനിപ്പിച്ചു. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഫിസിക്സ് ഉണ്ട് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ആ വിശ്വാസം അദ്ദേഹത്തിൻ്റെ കൗതുകത്തെ ഉണർത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ സംശയങ്ങളുടെയും ചോദ്യങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ മാത്രമായ ഉത്തരങ്ങളുടെയും ലോകത്ത് ഫിസിക്സിനെ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുന്ന സമയത്ത് കോളേജ് കാലഘട്ടത്തിൽ മനസ്സിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞ തന്നിൽ ഒരുപാട് കൗതുകമുണർത്തിയ ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നു. ഇരുമ്പ് തരികൾ കാന്തിക മണ്ഡലത്തിൽ വിന്യസിച്ച് ഒരു പ്രത്യേക ചിത്രമായി രൂപമെടുക്കുന്നത്. ഈ ചിത്രം അന്ന് മനസ്സിൽ ഓർമ്മയായി വരാൻ കാരണമുണ്ട്. അന്നേ ദിവസം തന്നെ അദ്ദേഹം കോശങ്ങളുടെ വിഭജനം മൈക്രോസ്കോപ്പിലൂടെ കാണാൻ ഇടയായിരുന്നു. പല ആവർത്തി കണ്ടിട്ടുണ്ടെങ്കിലും പതിവിൽ നിന്നും വ്യത്യസ്തമായി അത് അദ്ദേഹത്തിൽ ഒരുപാട് കൗതുകമുണർത്തി. കോശങ്ങളുടെ വിഭജനത്തിൻ്റെ ചിത്രവും ഇരുമ്പ് തരികൾ കാന്തിക മണ്ഡലത്തിൽ വിന്യസിക്കുന്നതിൻ്റെ ചിത്രവും തമ്മിൽ ചെറിയ സാമ്യമുണ്ടെന്ന് ഒരു നിഗമനത്തിലെത്തി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഉത്തരം ജനിച്ചു: കോശവിഭജനത്തെ കാന്തിക മണ്ഡലം സ്വാധീനിക്കുമെന്ന്. എന്നാൽ ആ ഉത്തരം അദ്ദേഹം മറ്റ് സഹപ്രവർത്തകരോട് ഒരു ചോദ്യമായി പങ്കുവച്ചു. ആ ചോദ്യത്തിന് ഉത്തരമെന്നോണം ലളിതമായ ഒരു പരീക്ഷണത്തിന് ബാർണറ്റ് റോസൻബർഗും സഹപ്രവർത്തകരും തയ്യാറായി. അങ്ങനെ ഈ കോളി ബാക്ടീരിയങ്ങളുടെ ഒരു ലായനി അവർ തയ്യാറാക്കി. ഇനി അതിലേക്ക് വൈദ്യുതി കടത്തിവിടണം. അതിന് ലായനിയിൽ ഒരു ഇലക്ട്രോഡ് മുക്കിവെക്കണം. ഏത് ലോഹം കൊണ്ടാവണം ഇലക്ട്രോഡ് എന്ന ചിന്ത അദ്ദേഹത്തെ കൊണ്ടു ചെന്നെത്തിച്ചത് മനുഷ്യ ശരീരത്തിന് നിരുപദ്രവകാരിയായ പ്ലാറ്റിനത്തിലാണ്. ഒരു ശല്യവും ഉണ്ടാകാത്ത പ്ലാറ്റിനത്തിൻ്റെ ഇലക്ട്രോഡ് തന്നെ അവർ ബാക്ടീരിയം ലായനിയിൽ മുക്കിവെച്ചു. എന്നിട്ട് വൈദ്യുതി കടത്തിവിട്ടു. 1-2 മണിക്കൂർ നിരീക്ഷിച്ചപ്പോൾ തന്നെ അവർ അതിശയകരമായ ഒരു കാഴ്ച കണ്ടു. ബാക്ടീരിയ കോശങ്ങൾ പെട്ടെന്ന് വിഭജനം നിർത്തിയിരിക്കുന്നു. വിഭജിക്കാനാകാതെ അവ വളർന്നു, നീളാൻ തുടങ്ങി. എത്ര നീണ്ടിട്ടും അവ വിഭജിക്കുന്നില്ല. ഡോക്ടർ ബാർണറ്റ് റോസൻബർഗും സഹപ്രവർത്തകരും വലിയ കണ്ടുപിടുത്തം സാധ്യമാക്കിയിരിക്കുന്നു. വൈദ്യുതി മണ്ഡലം കോശവിഭജനത്തെ സ്വാധീനിക്കുന്നുണ്ടെന്ന് അവർ ഉറപ്പുവരുത്തി.
പക്ഷേ പിന്നെയും 100 ചോദ്യങ്ങൾ അവരെ വേട്ടയാടി. അതിനുള്ള ഉത്തരമെന്നോണം ഇതിനെക്കുറിച്ച് നന്നായി റിസർച്ച് ചെയ്യാൻ അവർ തീരുമാനിച്ചു. അറിയേണ്ടത് വൈദ്യുതി മണ്ഡലം കോശവിഭജനത്തെ എത്ര തോതിൽ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ 2 വർഷം നീണ്ടുനിന്ന കഠിനമായ റിസർച്ചിനൊടുവിൽ ആ സത്യം കണ്ടെത്തി. കോശവിഭജനത്തെ സ്വാധീനിച്ചത് വൈദ്യുതിയല്ല, മറിച്ച് പരീക്ഷണവേളയിൽ ലായനിയിലുണ്ടായ പ്ലാറ്റിനം സംയുക്തമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അടുത്ത ചോദ്യം വന്നു. പ്ലാറ്റിനത്തിൻ്റെ ഏത് സംയുക്തത്തിനാണ് കോശവിഭജനത്തെ ഇത്ര ഫലപ്രദമായി തടയാൻ കഴിയുന്നത് എന്ന്. ആ ചോദ്യം കൊണ്ടുചെന്നെത്തിച്ചത് സിസ്പ്ലാറ്റിൻ എന്ന ഉത്തരത്തിലായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പുതിയ ഒരു ചോദ്യം ജനിച്ചു. ഈ പ്ലാറ്റിന സംയുക്തം ഒരു കോശവിഭജനത്തെ തടയുന്നുവെങ്കിൽ ഇതിന് ക്യാൻസറിൻ്റെയും കോശങ്ങളെ തടയാനാകില്ലേ? ക്യാൻസർ കോശങ്ങളെ തടയാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ക്യാൻസറിനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ലേ? ഈ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് ബാർണറ്റ് റോസൻബർഗും സഹപ്രവർത്തകരും ക്യാൻസർ ഇല്ലായ്മ ചെയ്യാനുള്ള പരീക്ഷണങ്ങളുടെ പണിപ്പുരയിലേക്ക് പ്രവേശിച്ചു. ക്യാൻസർ രോഗബാധയുള്ള ഒരു പരീക്ഷണ എലിയിൽ സിസ്പ്ലാറ്റിൻ ഉപയോഗിച്ച് നോക്കി. ഉയർന്ന ഡോസ് എലിയുടെ കിഡ്നി തകരാറിലാക്കുമെന്ന് കണ്ടു. താഴ്ന്ന ഡോസ് എലിയുടെ ശരീരത്തിന് ദോഷമുണ്ടാക്കാതെ പ്രവർത്തിച്ചു. എലിയുടെ ട്യൂമറിലെ കോശങ്ങളുടെ വിഭജനം നിന്നു. ക്യാൻസർ രോഗം മാറി. 8 മാസം നിരീക്ഷിച്ച ക്യാൻസർ തിരിച്ചു വരില്ല എന്നും കണ്ടെത്തി. ഇതിൻ്റെയൊക്കെ പുറമെ ഒരുപാട് വിമർശനങ്ങളും പരാതികളും തിരുത്തലുകളും ഒക്കെയായി കുറേ പഠനങ്ങൾ വന്നു. പ്ലാറ്റിനം ഒരു ഹെവി മെറ്റലാണെന്നും ഹെവി മെറ്റലുകളെല്ലാം മനുഷ്യ ശരീരത്തിന് വിഷമാണെന്നും അതുകൊണ്ട് ഒരു പ്ലാറ്റിന സംയുക്തത്തെ ക്യാൻസർ മരുന്നായി അംഗീകരിക്കാൻ സമൂഹം തയ്യാറാകില്ലെന്നുമൊക്കെ ചൂണ്ടിക്കാട്ടിയെങ്കിലും അതിൻ്റെ കോശവിഭജന പ്രതിരോധത്തെ കണക്കിലെടുത്ത് മനുഷ്യരിൽ പരീക്ഷിക്കാൻ തയ്യാറായി. അതിന് അനുവാദവും ലഭിച്ചു. അത് വിജയകരമായി പൂർത്തിയാവുകയും ചെയ്തു. അങ്ങനെ അനേക ലക്ഷം ക്യാൻസർ രോഗികൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സിസ്പ്ലാറ്റിൻ്റെ കണ്ടുപിടുത്തം സഹായകമായി. അങ്ങനെ ഡോക്ടർ ബാർണറ്റ് റോസൻബർഗ് വളർന്നു. സ്വന്തമായി ഒരു വലിയ റിസർച്ച് സെൻറ്റർ സ്ഥാപിച്ചു. ഇപ്പോഴും പഠനങ്ങളും കണ്ടുപിടുത്തങ്ങളും ധാരാളം അവിടെ നിന്ന് വിജയിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്നുകൊണ്ടാണ് എന്ന് മാത്രം. 2009 ഓഗസ്റ്റ് 9 അദ്ദേഹം ഒരുപാട് മനുഷ്യരുടെ അനുഗ്രഹത്തോടെ ഈ ഭൂമിയിൽ നിന്നും യാത്രയായി. തൻ്റെ ദൃഢമായ നിരീക്ഷണബോധവും ഭാവനയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം ഡോക്ടർ ബാർണറ്റ് റോസൻബർഗിനെ നയിച്ചത് താരതമ്യപ്പെടുത്താനാവാത്ത വിജയത്തിലേക്കാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു വാക്കുണ്ട്: ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടു നോട്ട് സ്റ്റോപ്പ് ക്വസ്റ്റനിങ്. ക്യൂരിയോസിറ്റി ഹാസ് ഇറ്റ്സ് ഓൺ റീസൺ ഫോർ എക്സിസ്റ്റിംഗ്. ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. അറിയാനുള്ള ആഗ്രഹം എത്രമാത്രം ഉള്ളിലുണ്ടാകുന്നുവോ വിജയമെന്നത് അത്ര തന്നെ അടുത്തായിരിക്കും. നന്ദി.